നമസ്കാരം. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഒരു ക്രിസ്ത്യൻ സഭയ്ക്ക് ഇപ്പം ഞാൻ പേരിടൽ ചടങ്ങ് നടത്തി എന്നുള്ളതാണ്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ, ജൂലൈ 30 ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഫേസ്ബുക്കല്ല, ഇതിൽ യൂട്യൂബിൽ ഞാനൊരു പോസ്റ്റ്, ഒരു വീഡിയോ ഞാൻ ഇട്ടു. ആ വീഡിയോൻ്റെ തമ്പനയിൽ ഇതായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. എൻ്റെ തമ്പനയിൽ ഇതാണ്: ക്രിസ്ത്യാനികൾ പ്ലസ് സംഘികൾ, ക്രിസ്ത്യൻ പ്ലസ് സംഘി ക്രിസംഘി. ഇതാണ് ഒരു പുതിയ സങ്കര ഇനം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടതാണത്. ഒരു മാസമായിട്ടുള്ള പോസ്റ്റ് ഇട്ടിട്ട്. ഇവിടെ പ്രൊട്ടസ്റ്റൻ്റ് സഭയുണ്ട്. അതിനാ പേരിട്ടത്. പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ പ്രൊട്ടസ്റ്റൻ്റ് സഭ എന്ന് വന്നത്. അത് മാർട്ടിൻ ലൂതറാണ്, ഒരു ഫാദറായിരുന്നു, അദ്ദേഹമാണ് അത് സ്ഥാപിച്ചത്. മാർട്ടിൻ ലൂതർ കിങ് അല്ല കേട്ടോ, അദ്ദേഹം കറുത്ത മൃഗത്തിൻ്റെ മുന്നണി പടയാളിയാണ്. ഇത് മാർട്ടിൻ ലൂതർ ഫാദറാണ് അദ്ദേഹം. ഇതുപോലെ ഒരുപാട് സഭകളുണ്ട്, പലരുണ്ടാക്കിയ സഭകളുണ്ട്, ഒക്കെയുണ്ട് ഇവരുടെ ക്രിസ്ത്യൻ സഭകൾ. അതിലൊരു പുതിയ സഭയാണ് ക്രിസംഘി. അതായത് ഇവിടുത്തെ സംഘപരിവാറുകാർ ബ്രിട്ടീഷുകാരുടെ കാലിങ്ങനെ എന്ന് പറഞ്ഞ് നക്കിയ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. കാലുമിട്ടുള്ള ചെരുപ്പും കാലിങ്ങനെ പറഞ്ഞ് നക്കിയ സംഭവം എല്ലാവർക്കും അറിയാം. വി ടി സവർക്കറിനെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ നീട്ടി വലിച്ച് നക്കിയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ചെരുപ്പ് നക്കികൾ. ആ ചെരുപ്പ് നക്കികളുടെ ചെരുപ്പ് നക്കുന്ന ക്രിസ്ത്യാനികളെ ഇവിടെ ക്രിസംഘി എന്ന് വിളിച്ചിട്ടുള്ളത്. അല്ലാത്ത ആൾക്കാരുണ്ട്. ഇവിടെ തൃശ്ശൂർ ചർമ്മലച്ഛനുണ്ട്, പുണ്യാത്മാവാണ്. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിക്കും. അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിക്കുമ്പോൾ എന്താ സ്വാമി ഇങ്ങനെ ചെയ്യണേ എന്നങ്ങനെ ചോദിക്കും. അങ്ങനെ ഒരുപാട് ഫാദർ ആലപ്പാട്ടുണ്ട് ഇവിടെ തൃശ്ശൂർ തന്നെ. അങ്ങനെ എന്തായാലും പറയാം, നമ്മളുടെ ക്രിസ്മസിനൊക്കെ ഒരു ദിവസം ഞങ്ങൾ ക്രിസ്മസിന് എന്തോ കാര്യത്തിന് മാർക്കറ്റിൽ പോയപ്പോൾ ഈ മനുഷ്യൻ വരണം. ഫാദർ ആലപ്പാട്ട് ഡോക്ടറാണ് അദ്ദേഹം, MBBS പഠിച്ച ഡോക്ടറാണ്. അത് പറഞ്ഞത് എന്താ ഈ വേഷം ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ സ്വാമി, ഞാൻ ഈ അടുത്ത ജന്മത്തിലെങ്കിലും എന്തായിട്ട് ജനിച്ചാലും ഞാൻ അച്ഛനായിട്ട് ജനിക്കില്ല എന്നങ്ങനെ പറഞ്ഞത് തമാശയ്ക്ക്. കാരണം പിള്ളേർ കൊണ്ട് നടക്കണം, ഞാനൊരു അച്ഛനല്ലേ സ്വാമി എന്നാണ് എന്നോട് ചോദിച്ചത്. വേഷമൊക്കെ മുഷിഞ്ഞ് പടകം വാങ്ങിക്കാനും കമ്പിത്തിരി പൂത്തിരി ഒക്കെ എല്ലാം വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അദ്ദേഹം, ജനങ്ങളോട് കൂടി നടന്നിട്ട്. എൻ്റെ ഗീത ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. അപ്പം അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ. ഞാൻ അതിങ്ങനെ വിശദീകരിച്ചൊരു മുൻകൂർ ജാമ്യം പോലും എടുക്കുന്നില്ല. വളരെ നല്ല ആളുകളുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഉരുത്തിരിഞ്ഞൊരു വർഗമാണ് ക്രിസംഘി വർഗം. ഇവർക്ക് പേരിടൽ ചടങ്ങ് നടത്താൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് അതിലേറ്റവും വലിയ കാര്യം. ഞാൻ നിങ്ങളോട് അത് പറഞ്ഞു ഓർക്കേണ്ടത്. പെട്ടെന്നാണ് എൻ്റെ മനസ്സിൽ ഈ കാര്യം വന്നത്. കാരണം ആവശ്യമില്ലാതെ എന്നെ ചൊറിയാണ് ചെയ്തത് ഈ എന്തായാലും നസ്രാണി കുഞ്ഞുങ്ങൾ. ഞാൻ ഇവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല. കാരണം എനിക്ക് അവരുടെ ബഹുമാനമുണ്ട്. ഞാനെന്തിനാ അവരെ അപമാനിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ്, ആ കോൺഗ്രിഗേഷനിലുള്ള സിസ്റ്റർ സീലിയ തോമസ്, ഫാദർ തോമസ് പെരിയപ്പുറം, അദ്ദേഹം കോളേജ് പ്രിൻസിപ്പളായിരുന്നു. അവരൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി അപ്ലിക്കേഷൻ ചെന്മ്യാ മിഷനിലേക്ക് അയച്ച് എനിക്ക് സന്യാസത്തിൻ്റെ ഈ പുണ്യപാതയിലൂടെ സഞ്ചരിക്കാനും സാഹചര്യം ഉണ്ടാക്കിയത് അവരാണ്. എന്തോ അവരുടെ യേശു ക്രിസ്തു മുതൽക്ക് ഇങ്ങോട്ട് എല്ലാവരെയും എനിക്ക് ഉറപ്പാതെങ്കിൽ ഞാൻ ആരാണതിന്? അവരേക്ക് മുൻപിൽ എത്രയോ പുണ്യാത്മാക്കൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ക്രിസംഘി എന്ന് പറഞ്ഞൊരു വർഗം ആവശ്യമില്ലാതെ എന്നെ കയറി ചൊറിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഈ കരിയുമ്പോൾ ഇളക്കാൻ വേണ്ടിയിട്ടല്ലേ ചട്ടുകം. അതുപോലെ തന്നെ ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് ഈ നാക്ക് തന്നിട്ടുള്ളത്. ഇങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ടും പറഞ്ഞു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവർക്കൊരു പേരിട്ടു, ഈ വർഗത്തിനൊരു പേരിട്ടു. ഇവിടെ മാർ തോമസ് സഭയുണ്ട്, അതുപോലെ തന്നെ ക്ലീമീസിൻ്റെ നേതൃത്വത്തിലുള്ള കോട്ടയം സഭയുണ്ട്, പിന്നെ എന്തായാലും പറയുക മെത്രാൻ കക്ഷിയുണ്ട്, ബാവ കക്ഷിയുണ്ട്, ജാക്കോബൈറ്റ്സ്, അതുപോലെ തന്നെ ഓർത്തഡോക്സ് അതുണ്ട്, കാത്തലിക്സിൻ്റെ എല്ലാം ഉണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട വേറൊരു സാധനം ക്രിസംഘികൾ, കാലുപിടുത്തക്കാർ. അതായത് ഇപ്പോൾ മുസ്ലിങ്ങളോടുള്ള ആവശ്യമില്ലാത്ത വൈരാഗ്യം വെച്ച് പുലർത്തിയിട്ട് ഇപ്പോൾ ഒരു ജെയിംസ് പുന്നവേലിയിൽ മറ്റൊരു ഫാദറുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഒരാൾക്കൊരു പേരിട്ട് കഴിഞ്ഞാൽ ഒരു എന്തായാലും പറയുക ഒരു
പിക്ചറിന് പേരിട്ടാൽ നശിച്ചു പോകുന്നതാണോ ആഗോള ക്രിസ്ത്യാനി സംഘം എന്ന് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചു വലിയ കാര്യമല്ലേ. ഏതായാലും ആ പേരിടൽ ചടങ്ങ് നിങ്ങളെ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കാണിപ്പിക്കുകയാണ്. അത് നിങ്ങളൊന്ന് കണ്ടോളൂ. ഏതായാലും ഈ പുതിയൊരു വർഗം നമ്മുടെ കേരളത്തിൽ ഉടലെടുത്തിരിക്കുകയാണ്. ആ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊച്ചു വീഡിയോ ഇടുന്നത്. ആ വർഗത്തിൻ്റെ പേരാണ് ക്രിസംഖി. ക്രിസംഖി എന്നാണ് അതിന് പറയുക, ക്രിസ്ത്യൻ സംഖികൾ. അതിൻ്റെ ചെറിയ രൂപമാണ് ക്രിസംഖി. ഇത് പറയാൻ കാരണം ഈ ഇവിടെ നിന്നൊക്കെ ആളുകൾ മതം മാറിയിട്ടെന്നും പറഞ്ഞിട്ട് ക്രിസ്ത്യാനി സഭയിലേക്ക് പോകും. അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു നായരാണ് മതം മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ പേര് നാക്രീന. ഈഴവൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ വിളിക്കുക ഈക്രീന വിളിക്കുക. പുലയനാണ് അവിടെ ചെന്നിട്ടുള്ള അവർ വിളിക്കുക പുക്രീന വിളിക്കുക. ആയതുകൊണ്ട് തന്നെ ഇപ്പൊ അവര് തന്നെ മതം മാറിയിരിക്കുകയാണ്, ചിന്തകൾ മാറ്റിയിരിക്കുകയാണ്, സംഘപരിവാറിന്റെ തോളത്ത് കയറ്റി നടക്കുകയാണ്. അപ്പൊ ഇനി അവരുടെ പേരാണ് ക്രിസംഖി, ക്രിസ്ത്യൻ സംഖി, ക്രിസംഖി. ക്രസംഖി അല്ല, ക്രിസ്ത്യൻ സംഖി എന്ന് വരുമ്പോ ക്രിസംഖി എന്നാ വരിക, ക്രിസംഖി. അപ്പൊ അത് ഓർത്ത് വെച്ച് കൊള്ളുക. കാരണം ഈ വർഗം വല്ലാതെ ഇവിടെ കിടന്നിട്ട് പൊളയുന്നുണ്ട്. മറ്റുള്ളവരെ വന്ന് തെറി പറയല്, ഞാൻ പറഞ്ഞല്ലോ, എനിക്കെതിരെ തെറിയ വിഷയമായിട്ട് വന്ന് കയറുന്ന കുറെ അൽമായ കുഞ്ഞുങ്ങള്, അൽമായ കഴുതകള്. അപ്പൊ അവരെ ഇനി വിളിക്കേണ്ട പേരാണ് ക്രിസംഖി. നമസ്കാരം. ഇതാണ് മറ്റേ ആ പേരിടൽ ചടങ്ങ്. ഇതാണ് വാസ്തവത്തിൽ ഇതാണ് ഞാൻ അന്ന് ചെയ്തത്. ഞാൻ ഇത്രയും വലിയൊരു പുണ്യപ്രവർത്തിയെ ചെയ്തത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പം അതങ്ങോട്ട് കയറിയിട്ട് ആ സഭയ്ക്കകത്ത്, ആ വീഡിയോ അല്ല, ആ സഭയ്ക്കകത്ത് ആളുകൾ വലിയ രൂപത്തിൽ അത് കൈയാളുന്നുണ്ട്. നമ്മളെ അതിൽ ഈ ഫാദർ പറഞ്ഞിട്ടുള്ള കാര്യം വലിയൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സത്യദീപം മാസികയുടെ അസോസിയേറ്റഡ് എഡിറ്റർ ഫാദർ ജെയിംസ് പനവേൽ, അങ്ങേരാണ് ഈ ഒരു കാര്യം അദ്ദേഹമാണ് പറഞ്ഞത്. അതായത് വലിയ രീതിയിൽ പറഞ്ഞിട്ട് അങ്ങേർക്ക് വെല്ലുവിളി ഉണ്ടായിട്ടുണ്ട്. അങ്ങേർക്ക് വധഭീഷണി, ഈ അൽമായ കുഞ്ഞുങ്ങൾ തന്നെ ഈ വധഭീഷണി, നസ്രാണി കുഞ്ഞുങ്ങൾ വധഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ എത്ര തരം താന്നിട്ടാണ് ഇവിടുത്തെ പല ക്രിസ്ത്യൻ സഭകളും, ക്രിസ്ത്യൻ സഭകളെന്നല്ല ക്രിസ്ത്യൻ സഭകളിലുള്ള പല ആളുകളും എത്ര തരം താന്നിട്ടാണ് സംസാരിക്കുന്നത്. ഈ അതിൽ നാദൃഷയെ അദ്ദേഹം എന്ന് പറയുന്നുള്ളൂ. അദ്ദേഹം സംഭവം ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു സിനിമ ഇറക്കുന്നു, അതിന് പേരിട്ടു. ഇതിനു മുമ്പ് എത്രയോ ഈ മായോ ഈശോ മറിയം യോസേപ്പേ തുടങ്ങിയിട്ട് എത്രയോ പേരുകളിട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ കുരി പൊട്ടാനുള്ള കാരണം എന്താണെന്ന് വളരെ വലിയ രീതിയിൽ അതാ മറ്റേ എന്തായാലും പറയാം, മറ്റേ ആ ഒരു വീഡിയോ വളരെ വൈറലായിട്ട് പോകുന്നുണ്ട്. ആ വീഡിയോ, അദ്ദേഹത്തിൻ്റെ വീഡിയോ, അദ്ദേഹം അവർ നല്ല കാര്യം ഉപദേശിച്ചതാണ്. പക്ഷേ ചിലയിടത്ത് അങ്ങനെയാണ്. ഒരു കുരങ്ങിനോട്, കാട്ടുകുരങ്ങിനോട് ഒരു കുരുവി പറഞ്ഞു, അതിന് ഭയങ്കര തണുത്തിട്ട് ഈ കുരങ്ങിനിങ്ങനെ തണുപ്പടിച്ചിട്ട് അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് കനലെടുത്ത് കയ്യിൽ വെച്ചതിന് ഊതുക. ഈ കനലെന്താണെന്നറിയാമോ? മിന്നാമിനിങ്. അതിൻ്റെ ധാരണ അത് ഊതിക്കഴിഞ്ഞാൽ അത് കത്തും, അപ്പോൾ ചൂടുണ്ടാവുന്നതാണ് ധാരണ. അപ്പോൾ ഈ കുരുവി വന്നിട്ട് പറഞ്ഞു, എടോ കുരങ്ങച്ചാ, താൻ എന്തായി കാണിക്കുന്നത്, എന്ത് വിട്ടിത്താൻ കാണിക്കുന്നത്? അത് തീയല്ല, അതിന് ചൂടുണ്ടാവില്ല, അത് മിന്നാമിനിങ്ങ എന്ന് പറഞ്ഞപ്പോൾ ഈ കാട്ടുകുരങ്ങ് അതിൻ്റെ കഴുത്ത് പിടിച്ച് അരിച്ചു കൊന്നു കിളിയെ. അങ്ങനെ പറഞ്ഞാൽ ചിലയുടെ സ്ഥലത്തൊന്നും ഉപദേശങ്ങൾ ഭരിക്കില്ല. അതുകൊണ്ട് ഫാദർ ഇപ്പോൾ അവിടുത്തെ ഈ നസ്രാണി കുഞ്ഞുങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ എത്ര വൃത്തികേടാ കാണിക്കുന്നത്. ഒരു സിനിമ പിടിച്ചു, അതിൽ യേശു എന്ന് പേരിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈശോ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ഇവിടെ തെറിച്ച് പോകുന്ന മൂക്കാണോ ക്രിസ്ത്യാനി സഭ എന്ന് ചോദിച്ചിരിക്കുകയാണ് അവർ. ഏതായാലും വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ സഭയ്ക്കൊരു പുതിയ പേര് വന്നിട്ടുണ്ട്, ക്രിസംഖി എന്നൊരു പേര് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നത്, അയ്യോ പേരിട്ട് ഞാനല്ലേ എന്ന്. ഇപ്പം അതിൻ്റെ പേറ്റൻറ്റ് വെറുതെ കളയണ്ടല്ലോ. അതിനുള്ള തെളിവോട് കൂടിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. ഇത് രസകരമായിട്ടൊരു കാര്യം. എനിക്കത് ഇങ്ങനെ പറയാനുള്ളൊരു തോന്നലുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പെരുന്നയിൽ NSSൻ്റെ ആസ്ഥാനത്തിൽ അവിടെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ അവിടെ കുട്ടികൾ വന്ന ആ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിലൊരു പാട്ട് പാടി. നമ്മളൊക്കെ കേട്ട പാട്ടുകളായിരിക്കും, പഴയ തലമുറക്കാർ, നമ്മൾ സ്കൂളിലേക്കും പാടിയിട്ടുള്ളതാണ്.
അഖിലാണ്ട് മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. ആ പാട്ട് പരമാണു കുളി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മുഴുവൻ അറിയില്ല. ആ പാട്ട് നമ്മളെ കുട്ടിക്കാലത്ത് പാടിയതാണത്. അപ്പോൾ ആ പാട്ട് അവിടെ പാടിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രസംഗവും പറഞ്ഞു. എത്ര സുന്ദരമായിട്ടുള്ള പാട്ട്, എത്ര നല്ല സന്ദേശം. ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു പുണ്യാത്മാവ് എഴുതിയ പാട്ട്. അദ്ദേഹം സ്വർഗസ്ഥനായിട്ടിരിക്കുന്നു. ഇങ്ങനെ പാട്ട് അദ്ദേഹം ഈ പാട്ട് ഇവിടെ അവശേഷിപ്പിച്ചല്ലോ. അതിന് പകരം ഒരു പുണ്യം എന്താണ് വേണ്ടത്? സ്വർഗസ്ഥനായിരിക്കുന്ന അദ്ദേഹത്തിന് ആ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് തൊട്ടപ്പുറത്ത് ഇരിക്കുന്നൊരു കാരണവർ പറയാണ്, പന്തളം KP എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. എൻ്റെ സുഹൃത്തേ, ഹലോ, വിളിച്ചു പറയാം, അതേ അങ്ങനെ സ്വർഗസ്ഥനായിട്ടൊന്നുമില്ല, അങ്ങനെ ഈ നരകത്തിൽ തന്നെയുണ്ട്, ഞാനാ എഴുതിയത്, പന്തളം KP. അപ്പം അങ്ങനെ അവിടെ ഇന്ന് വിളിച്ചു പറയാണ് ഈ വേദിയോട്. അപ്പം എല്ലാവരും കൂടി ചിരിച്ചു എന്ന് പറയുന്ന പോലെ. അതുപോലത്തെ തെപ്പി അടുത്ത കാലത്തുണ്ടായ സംഭവമാണ് നമ്മളുടെ ആ പാട്ടില്ലേ, മാണിക്ക് മലരായ പൂവി മഹദിയാൾ ഖദീജ ബീവി. അവിടെ മഹദിയാൾ എന്നാണ്, എന്നാണ്, മഹദിയാം എന്നല്ല, പലരും ഇപ്പം അങ്ങനെയാണ് പാടുന്നത്. അത് എഴുതിയ ആൾ എവിടെയോ സൗദി അറേബ്യയിലും മറ്റൊരു ചെറിയ ജോലി ചെയ്തിരുന്ന ഒരാളെന്നാണ് പറയുന്നത്. ഇപ്പം അടുത്ത കാലത്ത് അങ്ങനെ കണ്ടെത്തിയോ മറ്റോ സംശയമുണ്ട്. അപ്പോൾ ഏതായാലും ഇതിപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടി കണ്ടെത്തിയൊരു പേരല്ലേ ക്രിസംഖ്യ. വലിയ ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചിട്ടുണ്ടല്ലോ, ബുദ്ധി ഞാൻ വല്ലാതെ മുട്ടിച്ചിട്ടുണ്ടല്ലോ. ഏതായാലും ആ പേര് എൻ്റെ പേരിൽ തന്നെ ഇരിക്കട്ടെ, ക്രിസംഖ്യന്ന്. കാരണം എന്നെ അവർ ഒരുപാട് ചൊറിഞ്ഞിട്ടുണ്ട്. അവർ തൻ്റെ വസ്ത്രം അഴിച്ചു വെക്കണോ, താൻ എവിടുത്തെ സന്യാസിയുണ്ടോ, താൻ കള്ള സന്യാസിയല്ലടോ. പിന്നെ ഞാൻ നിങ്ങളോട് ഞാൻ സ്ഥിരം പറഞ്ഞ് നിങ്ങൾ വെറുപ്പിക്കുന്നില്ല, ആ പേരുകളൊക്കെ എന്നെ ഇവർ അധിക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് മറുപടിയായിട്ട് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞൊരു പേര് എടാ ക്രിസംഖി എന്നുള്ളൊരു പേരാണ്. അത് ഇങ്ങനെ കയറിയിട്ട് അങ്ങോട്ടൊരു വേൾഡ് വൈഡ് സഭയായിട്ട് മാറുന്നത് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോൾ സഭകൾ പലതാണ്. മുമ്പ് പറഞ്ഞ പോലെ ഓർത്തഡോക്സ് ഉണ്ട്, ജാക്കോബൈറ്റ്സ് ഉണ്ട്, ജാക്കോബായ സഭയുണ്ട്, അതുപോലെ തന്നെ മറ്റേ ഇവരുടെ കോട്ടയം സഭയുണ്ട്, കാത്തലിക് സഭയുണ്ട്. ആ കൂട്ടത്തിൽ വേറൊരു സഭയാണ് ക്രിസംഖി. അതൊരു പുതിയൊരു സഭയാണ്, ഒരു പുതിയ ചിന്തയാണ് അവരുടെ ചിന്ത അത്ര മാത്രമേ ഉള്ളൂ. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ കുറച്ച് പൂവെടുത്തിട്ട് അവർ ആരാധന ആരംഭിക്കും. ഓം നരേന്ദ്രമോദിയായ നമഃ, ഓം അമിത്ഷായായ നമഃ എന്ന് പറഞ്ഞിട്ട്. അവരുടെ ദൈവങ്ങൾ ഇപ്പോൾ അവരൊക്കെയാണ്, സംഘപരിവാറിൻ്റെ ആൾക്കാരാണ് ദൈവങ്ങൾ. അവരെ കാലിൽ നിൽക്കാൻ മടിക്കില്ല. രാത്രി അവരെ കെട്ടിപ്പിടിച്ചുറങ്ങിയാലേ ഉറക്കം വരുള്ളൂ. അപ്പോൾ സൂത്രത്തിലുള്ള അവിഹിതവേഴ്ചയാണ്. പരസ്യമായിട്ട് ഇവർ പറയാൻ എപ്പോഴും ധൈര്യപ്പെടുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അതിന് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയ്ക്കകത്ത് ചാണകമല്ലാത്ത വെളിവുള്ളവരാണ് 99% ക്രിസ്ത്യാനികളും. അവർ കാര്യം പലതും പറയും. അവരുടെ ഉള്ളിൽ ഇസ്ലാമോഫോബിയ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും വോട്ട് ചെയ്യുന്ന സമയത്ത് ഈ ചീഞ്ഞേൽപ്പിക്കും, പൂജയേൽപ്പിക്കും, ഒരു വോട്ട് പോലും അവർ കുത്തില്ല. അതിനവരുടെ കയ്യിൽ ചെല്ലില്ല. താമരയിലും വോട്ട് കുത്താൻ അവരുടെ കയ്യിൽ ചെല്ലില്ല, ഒരിക്കലും ചെല്ലില്ല. തലയ്ക്ക് വെളിവുള്ള തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര്, വാപ്പയുടെയും ഉമ്മയുടെയും പേര് അറിയാവുന്ന ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും BJP വോട്ട് കുത്താൻ പോണില്ല. എങ്കിൽ പോലും കാര്യം നടക്കാൻ വേണ്ടി മാത്രം, കാര്യം നടക്കൽ മാത്രമല്ല. ഇപ്പോൾ മറ്റേ അയാളെ എന്തോ യോഹന്നാൻ സ്വയമായിട്ടൊരു പാളത്തൊപ്പിയും വെച്ചിട്ട് ഞാൻ തന്നെയാണ് അവൻ എന്ന് പറഞ്ഞ് നടന്നല്ലോ, മാർപ്പാപ്പ എന്ന് പറഞ്ഞ്. ഇന്ന് കേരള മാർപ്പാപ്പ, കോട്ടയം മാർപ്പാപ്പ എന്ന് നടന്നല്ലോ. അയാളെ പിടിച്ചകത്തിടാൻ വേണ്ടിയിട്ട് 100 ഇന്നോവ കാർ ഒറ്റയടിക്ക് ബൂം എന്ന് പറഞ്ഞ് മറ്റേ ജെയിംസ് ബോണ്ട് മോഡലോടെ ചെന്നതോടുകൂടി എല്ലാം പേടി തുടങ്ങും. ഇപ്പം കാലത്ത് മുതൽ വൈകുന്നേരം വരെയും, വൈകുന്നേരം മുതൽ കാലത്ത് വരെയും ആരും ഒരു ദിവസം, മാസത്തിൽ 30x24 മണിക്കൂർ ഈ വസ്തു വിൽപ്പനയായിട്ട് നടന്ന ബ്രോക്കർ ജോർജ്, മറ്റേ ജോർജ് ആലഞ്ചേരി ബ്രോക്കർ ജോർജ്, അവനെ കർദിനാൾ എന്നൊക്കെ വിളിക്കണമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അവനെന്തിനാ കർദിനാൾ? അവന് ബ്രോക്കറല്ലേ. അപ്പോൾ ഈ ബ്രോക്കർ പാർട്ടികൾക്ക് പേടി തുടങ്ങി. പിന്നെ കുറേ എണ്ണം അവിടെയും ഇവിടെയും വേണ്ടി കുത്തുകേസ് നടത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ പേടി ആരംഭിച്ചിട്ടുണ്ട്, മടിയിൽ കനമുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വർഗ്ഗമാണ് ഇപ്പോൾ ക്രിസംഖി വർഗ്ഗമായിട്ട് നടക്കുന്നത്. മറ്റേ എന്തായാലും പറയുക, മറ്റേ ക്രിസ്ത്യാനികൾ സംഖ്യകൾ തമ്മിലുള്ള അവിഹിത വീഴ്ചയായിട്ട് നടക്കുന്നത്. അവരെയാണ് ക്രിസംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നോട് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ വിളിച്ചു പറയുക, സ്വാമി ക്രിസ്ത്യാനികളിൽ ഒരുപാട് നല്ലവരുണ്ട്, അവരെക്കുറിച്ച് ഒന്നും പറയരുത്. യേശു ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രവാചകനാണ്, അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയരുത്. മറിയം എന്ന് പറഞ്ഞാൽ മർയം എന്നാണ് അവർ പറയുന്നത്. മർയം അവരുടെ ഭാഷയിൽ പറയുന്നത്. അത് ബൈബിളിൽ മറിയമിനൊരു അധ്യായമൊന്നുമില്ല. 4 സുവിശേഷന്മാരുടെ അധ്യായം അതിനകത്തുള്ളത്. പക്ഷെ അതേ സമയത്ത് ഖുറാനിൽ, വിശുദ്ധ ഖുറാനിൽ മറിയത്തിനെ കുറിച്ചൊരു അധ്യായം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം. അവരെയാണ്
അതായത് യേശുക്രിസ്തു കള്ളനാണെന്നും ഇനിയും യഥാർത്ഥത്തിലുള്ള രക്ഷകൻ അവതരിച്ചിട്ടില്ല എന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന ജൂതന്മാരെ ഇവർ കെട്ടിപ്പിടിച്ച് മുമ്പ് വയ്ക്കും. മുസ്ലിമിനെ ഒരു കണ്ണീരെ കണ്ടുകൂടെ? അസൂയയല്ലേ വാസ്തവത്തിൽ? അത് പിൻവലിപ്പിച്ചുകൂടെ? ഇവിടെ ഇപ്പോൾ ഈ പറയണ ബഹുമാന്യനായിട്ടുള്ള ഫാദർ ജെയിംസ് പനവേലിൽ സത്യദീപം മാസികയുടെ അസോസിയേറ്റ് എഡിറ്ററെ പോലുള്ള ഒരു 10 ആളുണ്ടായി അവർ ഉപദേശിച്ചുകൂടെ? അതെ, ഇത്തരം കാര്യങ്ങൾ ക്രിസ്ത്യാനിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചർച്ചിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ചൊറിയാനും മാന്താനും പോയാലും ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ലെന്ന് ഒരു 10 വട്ടം പറയണ്ടേ? അത് ചെയ്താൽ ഈ പ്രശ്നമുണ്ടോ? ഇവരല്ലേ ശരിക്കും പറഞ്ഞാൽ ചൊറിയാൻ വേണ്ടിയിട്ടുള്ള, നീ ചൊറിഞ്ഞ് മാന്തി പൊട്ടുകയാണെങ്കിൽ പൊട്ടട്ടെ, തിരിച്ചുകൊണ്ട് കിട്ടുമ്പോൾ വിഷമമുണ്ട്. അപ്പോൾ ഇവർ മുൻനിരയിലേക്ക് വരണം, ഇത്തരം കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞ് മുൻനിരയിലേക്ക് വരണം. ഇപ്പോൾ ഇവിടെ മറ്റേ ഈ എന്തായാലും പറയുക, ക്രിസ്തുവിനെ ബഹുമാനിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളെ ഇവർക്ക് കണ്ണിനെ കണ്ടുകൂടാ. മറിയമിനെ സ്നേഹിക്കുന്ന, മറിയമിനെ ബഹുമാനിക്കുന്ന മുസ്ലിങ്ങളെ ഇവർക്ക് കണ്ണിനെ കണ്ടുകൂടാ. ഇവർക്കിപ്പോൾ വലിയ ഇഷ്ടം മറ്റേ ആരോടാ? ജൂതന്മാരോടാണ് വലിയ ഇഷ്ടം. ജൂതന്മാരെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ സത്യം പറഞ്ഞ് ഇവർ ഏതും വഴിയിലൂടെ അവർ സഞ്ചരിക്കുന്നത്. ഞാനാണ് സത്യവും ജീവനും മാർഗവും എന്നൊക്കെയും പറഞ്ഞിട്ടുള്ളത്. യേശുക്രിസ്തുവിൻ്റെ വഴിയിലൂടെയാണോ ഇവർ സഞ്ചരിക്കുന്നത്? അല്ല, ഇവർ യേശുക്രിസ്തുവിനെ മറന്നു. യേശുക്രിസ്തുവിനെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാണ്. ഇവരുടെ കാര്യം നടത്തിപ്പിന് വേണ്ടി മാത്രം ഒരു ക്രൂശിരുന്ന രൂപം, മറ്റുള്ള സിമ്പതി കൈപ്പറ്റാൻ വേണ്ടിയിട്ട്. യേശുക്രിസ്തുവിൻ്റെ എന്തെങ്കിലും മാർഗം ആകാശത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ വെള്ളത്തിനടിയിലുള്ള ഒന്നുമല്ല. ദൈവം എന്ന് പറഞ്ഞ് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇവരെല്ലായിടത്തും കൊണ്ട് കുറ്റി നാട്ടി വെച്ചിരിക്കുകയല്ലേ ഹിന്ദുക്കൾ ചെയ്യുന്ന പോലെ. ഇവർ വഴിമാറി സഞ്ചരിച്ച് കഴിഞ്ഞു വാസ്തവത്തിൽ. അതുകൊണ്ട് തന്നെ ഈ വർഗത്തിലെ ഭൂരിഭാഗത്തിന് ഇപ്പോൾ ക്രിസംഗി എന്ന് പേരിടണം. പക്ഷെ അതിനകത്ത് കുറേ നല്ല ആൾക്കാരുണ്ടെന്നുള്ളൊരു തെളിവാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എന്തായാലും പറയാൻ ഫാദർ ആലപ്പാട്ടിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഫാദർ നമ്മുടെ ചെർമാൽ അച്ഛനെ പോലെയുള്ള പുണ്യാത്മാക്കൾ, ഇതിപ്പോൾ ഈ പറഞ്ഞ സത്യദീപം മാസികയുടെ അസോസിയേറ്റർ ജെയിംസ് പനവേലിൽ, അവർക്ക് പറയേണ്ടത് നിങ്ങൾ ദയവീത് അത് വിട്. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്, ഈ സഭയിൽ ചെയ്യാനുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഏതായാലും ക്രിസംഗി എന്നുള്ള പേരിങ്ങനെ തൃശ്ശൂർ പൂരത്തിന് ഈ തീപ്പെട്ടിക്കോലം ഒരെണ്ണം എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഉരയ്ക്കും, ഒറ്റ തീപ്പെട്ടിക്കോലേ ഉള്ളൂ. അപ്പോൾ അതിന് 1 പൈസയുടെ ആവശ്യമുള്ളൂ. പക്ഷെ പൊട്ടിത്തീർന്ന് 12 ലക്ഷം രൂപയുടെ പടക പൊട്ടിത്തീരുന്നു. അവിടുത്തെ അവസാനത്തൊരു കമ്പമുണ്ട്. അവിടെ വരുമ്പോൾ നമ്മൾ ചെവിയും പൊത്തും, വെടിക്കെട്ട് കാണാൻ പോവാണ് കേട്ടോ. ചെവി പൊത്തിയിട്ട് കണ്ണടച്ചിട്ട് അങ്ങനെ വെടിക്കെട്ട് കാണും. അതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട്. അപ്പോൾ ആ രീതിയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടായി ക്രിസംഗി വെടിക്കെട്ട് ശരിക്കും കയറിയാണ് പൊട്ടി. എനിക്ക് ഇമ്മണി വലിയ സന്തോഷമായി വാസ്തവത്തിൽ. കാരണം എന്താ വെച്ചാൽ ഇങ്ങോട്ട് ചൊറിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയും അങ്ങോട്ട് ചൊറിയാൻ പറ്റിയല്ലോ, ദൈവമേ. അതിൻ്റെ പേരിൽ എനിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ക്രിസംഗികൾക്ക് കുരു പൊട്ടിക്കുന്ന പരിപാടി നിർത്തിയാലും ഇനി ഒരു കാര്യം ഉറപ്പാണ്, ഇനി ഏതെങ്കിലും ഒരുത്തൻ പോയിട്ട് മറ്റേ മോഡിയെ കാണുമ്പോൾ ഇടിച്ച് കാണിച്ചാൽ കണ്ണടിച്ച് കാണിച്ചാൽ അവൻ്റെ പേര് ക്രിസംഗി എന്നാവുമെന്ന് ഉറപ്പായി. അവരുടെ കൂട്ടത്തിൽപ്പെട്ട, അതായത് ക്രിസ്ത്യൻ സഭകളിൽപ്പെട്ട ആളുകൾ പോലും അന്വേഷണം, നീയൊരു ക്രിസംഗിയല്ലേ അല്ലെങ്കിലും എന്ന് പോലും സംബോധന ചെയ്യാൻ പോയി എന്നുള്ള റിപ്പോർട്ട് വലിയ തലങ്ങളിൽ നിന്ന് ഇടുക്കിയിൽ നിന്ന് എനിക്ക് വന്നിട്ടുണ്ട്. ഇടുക്കിയിൽ മുരിക്കാശ്ശേരിയിൽ നിന്ന് വന്നിട്ടുണ്ട്. സ്വാമി, ഞങ്ങളിവിടെ ഇങ്ങനത്തെ കുറേ എണ്ണുണ്ട് ഇവിടെ, BJP-കാരായിട്ട് നടക്കുന്ന ക്രിസ്ത്യാനികൾ. അവരെ ഞങ്ങൾ വിളിക്കുന്ന പേര് ക്രിസംഗികൾ എന്നാണ് കേട്ടോ. അങ്ങനെ ഒരു പേര് തന്നതിന് സ്വാമിക്ക് നമസ്കാരം എന്നൊക്കെയും പറഞ്ഞിട്ട്, നന്ദി എന്നൊക്കെയും പറഞ്ഞിട്ട് എനിക്ക് പലരും മൊബൈലിൽ ക്രിസ്ത്യൻ കുട്ടികൾ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ സന്തോഷ വാർത്ത നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നത്. നമസ്കാരം.